വിമത പ്രശ്നം, കൂറുമാറ്റം, കയ്യാങ്കളി, കുതുകാൽ വെട്ട്. എന്തോന്നടെ ഈ തെരഞ്ഞെടുപ്പിൽ നല്ലതൊന്നുമില്ല കേൾക്കാൻ. നല്ലതുണ്ടല്ലോ. അതറിയണമെന്നുണ്ടെങ്കിൽ നാടറിയണം, നാടിന്റെ പൾസ് അറിയണം, നാട്ടിലോട്ട് ഇറങ്ങണം. എന്നാ പിന്നെ ഇറങ്ങാം. പ്രകൃതിയല്ലേ, പച്ചപ്പ് വിരിച്ച പാടം, നീലാകാശം, അതിന്റെ നടുവിൽ കൂടി ഒരു അരുവി, കൊട്ടവഞ്ചി. എല്ലാം മൊത്തത്തിൽ ഈ പച്ചപ്പ് ഹരിതാപി എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഈ പാലം കണ്ടോ? ഈ പാലത്തിന്റെ ഒരു പുറത്ത് ചാളൂർ പഞ്ചായത്ത്, ഇപ്പുറത്ത് അരിമ്പൂർ പഞ്ചായത്ത്. അത് പഞ്ചായത്ത്. ഇനി മണ്ഡലം കേൾക്കണോ? ഈ പാലത്തിന്റെ അപ്പുറത്ത് നാട്ടിക, അവിടെയോ മണലൂര്. അപൂർവത എന്നൊക്കെ പറയുന്നത് ഇതാണ്. നമ്മുടെ ഈ രണ്ട് പഞ്ചായത്തിന്റെ മാത്രമല്ല, വേറെയും പഞ്ചായത്തുകളെ പ്രതിനിധികൾ നമുക്കുണ്ട്, ഒപ്പമുണ്ട്, സ്ഥാനാർത്ഥികൾ നമുക്കൊപ്പം ഉണ്ട് അല്ലെ? അതെ. പുള്ളിലെത്തിയിരിക്കുക ഞങ്ങള്. തുടക്കത്തിൽ ഒരു പുള്ളു വേണം ഞങ്ങൾക്ക്. അതുകൊണ്ടാ ഈ പുള്ളു എന്നുള്ള പേര് ഈ സ്ഥലത്തിന് വരാനുള്ള കാര്യം എന്താ? പുള്ളു എന്ന് പറയുന്ന ഒരു പക്ഷി ഉണ്ടായിരുന്നു. ആ പക്ഷി ഇവിടെ രണ്ട് മരത്തുമ്മല് ഇരുന്നിരുന്നു. അത് ഇവിടെ കാട്ടുതീ പടർന്നപ്പോൾ ആ മരം മാത്രം കത്തിയില്ല. ആ പുള്ളു പക്ഷി ഇരിക്കുന്നു. ആ കത്താത്തത് കൊണ്ട് ആ പുള്ളു പക്ഷിയുടെ പേരാണ് പുള്ളിലെഴുതി. അതുകൊണ്ടാണ് ആ സിനിമയിൽ ഒരു പാട്ടുണ്ടല്ലോ, പാതിരാ പുള്ളുണർന്നു. ആ പുള്ളുണർന്നു എന്ന് പറയുന്നത് ഈ പക്ഷി ഉണർന്നു എന്നാണ്. എങ്ങനെയുണ്ട് ചേട്ടാ ഇവിടുത്തെ മത്സരമൊക്കെ കടുപ്പതാണ്? അതെ, ഇത്തവണത്തെ നല്ല കടുപ്പ മത്സരം തന്നെയാണ്. എന്താണ് ഇവിടുത്തെ ആ ഒരു ഫ്ലോ എങ്ങനെയാണ്? മൂന്ന് പേരും ഒരേ കട്ടയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ BJP ഈ വാർഡ് പിടിക്കും. ചേട്ടൻ ഒരു CPI കാരനാണല്ലേ? പറഞ്ഞേ BJP പിടിക്കുമോ? ഇതുവരെ പിടിച്ചിട്ടില്ല ചാഴൂർ പഞ്ചായത്ത്. പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും, തെരഞ്ഞെടുപ്പല്ലേ. അപ്പൊ ആഗ്രഹത്തിനനുസരിച്ച് വർത്തമാനം പറയാം. LDF ആണ് ഇവിടെ ഭരിക്കുന്നത്. ഒരു റോഡ് നന്നാക്കിയിട്ടുള്ളൂ ഇവരൊന്ന് പറഞ്ഞു പറഞ്ഞിട്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ റോഡുകൾക്കും അതുപോലെ കാനകള്, ശുചിത്വത്തിന്റെ കാര്യത്തിലായാലും അത്രയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പുള്ളി എങ്ങനെയാണ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടൊക്കെ മാറിയത് എന്നുള്ളത് എങ്ങനെയായിട്ടാണ് സംഭവം? ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ നാടാണ് പുള്ളു ഗ്രാമം. കുട്ടവഞ്ചി ടൂറിസം വരാൻ തന്നെ കാരണം ആദ്യം ഇവിടെ വന്നൊരു തട്ടുകടയാണ്. അത് ആൾക്ക് എങ്ങനെയോ മനസ്സിലൊരു ഐഡിയ തോന്നി. ആൾ പ്രവാസിയായിരുന്നു, അത് തുടങ്ങി. കൊറോണ സമയത്ത് എല്ലാം ലോക്കല്ലേ, അപ്പോൾ സേവ് ദ ട്രെൻഡ് വന്നു. എൻ്റെ ആളെ ഫോട്ടോഗ്രാഫറാണ്. മനസ്സിൽ വന്നൊരു ഐഡിയ ആണ്, ഒരു കൊട്ടവഞ്ചം മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോഷൂട്ട് നടത്തിയാൽ നല്ലൊരു വരുമാനം ഇവിടെ എനിക്ക് ചെയ്തു മാറും. വീട് ഇവിടെയാണല്ലോ. അവര് പറഞ്ഞേ ജയിക്കില്ല എന്ന്, എന്നൊരു സുരേഷ് ഗോപി ജയിച്ചല്ലേ, ഇവർ പറഞ്ഞു ഒരിക്കലും ജയിക്കില്ല എന്ന് പറഞ്ഞില്ലേ. അന്തിക്കാട് പഞ്ചായത്തിൽ, ചാടൂർ പഞ്ചായത്തിൽ ഒക്കെ ഒരു പിന്നാക്കാൻ പോയി. അതൊക്കെ ഞങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇവരെ ബീറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് BJPയുടെ ഭാഗത്തുനിന്ന് കൊടുക്കുക? വാഗ്ദാനങ്ങളൊന്നുമില്ല, മോഹന വാഗ്ദാനങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഈ പാടശേഖരത്തിന്റെ ജോയിന്റ് കൺവീനറായിട്ട് നടന്നു. ഈ പാടശേഖരത്തെ കൃഷിക്കാർക്ക് വേണ്ടി ഇവരെന്ത് ചെയ്തു എന്നൊന്ന് പറയട്ടെ. ഇവിടെ എന്തെങ്കിലും വികസനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികളാണ് നടത്തിയിട്ടുള്ളത്. 6 വർഷക്കാലം സുരേഷ് ഗോപി രാജ്യസഭ MP ആയിരുന്നു. എന്ത് പ്രവർത്തനം ഈ പുള്ളിലേക്ക് കൊണ്ടുവരാൻ ഈ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? പെൻഷന് വീടില്ല. അയ്യപ്പന്റെ സ്വർണ്ണമൊക്കെ അടിച്ചുകൊണ്ടുപോയി സ്വർണ്ണക്കൊള്ളയൊക്കെ ചർച്ചയിലുണ്ടോ? ഒരുപാട് ഞങ്ങൾ ആരെങ്കിലും കട്ടവൻ പിടിക്കണ്ടെന്ന് പറഞ്ഞോ? മുൻ ദേവസ്വം പ്രസിഡന്റുമാരാണ് കട്ടതിൽ പങ്കുവച്ചു. ക്ഷേത്രങ്ങൾ ഏറ്റവും കൂടുതൽ കളവ് നടത്തിയത് ആരാണ് എന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം. കേൾക്കട്ടെ, പറയട്ടെ. നിങ്ങൾ പറയുമ്പോ ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ പറയുമ്പോ നമ്മളൊരു തുടങ്ങിയതാണ്. ഈ പോരാട്ടം എന്നൊക്കെ പറയുന്നത് ഇതാണ്. വലിയ തല്ലിലേക്ക് പോവല്ലേ കേട്ടോ. സെറ്റാക്കാം. ഇതാണ് ശരിക്കുള്ള ദേശപ്പൊലി. തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ പുള്ളിൽ നിന്ന് ഈ സ്ഥലത്ത് നിന്നൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷെ അടുത്ത സ്ഥലത്ത് കൂടുതൽ ആളുകളുമായി, കൂടുതൽ തർക്കങ്ങളുമായി ഇലക്ഷൻ ഓൺ വീൽസിൽ കാണാം.